പ്രകൃതിയുടെ ഹൃദയസ്പന്ദനം പോലെ ചുറ്റുമലയടിക്കുന്ന ഓംകാരധ്വനി. കൽഭിത്തിയിൽ തട്ടി തഴുകി വരുന്ന കാറ്റിൽ പൂജാദ്രവ്യങ്ങളുടെ സുഗന്ധം. നഗരത്തിൻ്റെ ആരവങ്ങൾ കടന്ന് പ്രശാന്തിയിലേക്കുള്ള പ്രയാണം പോലെയാണ് ഇവിടേക്കുള്ള യാത്ര. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ വെടിവച്ചാൻ കോവിലിന് സമീപം വെമ്പന്നൂർ വൃന്ദാവനത്തിൽ സകല ഐശ്വര്യങ്ങൾക്കും നിദാനമായി ഒരു ക്ഷേത്രമുണ്ട്. വൃന്ദാവനത്തിൻ്റെ പരിശുദ്ധിയിൽ, ആത്മീയ സാമീപ്യത്തിൻ്റെ അനന്തതയിൽ അഖിലർക്ക് ആത്മജ്ഞാനമരുളുന്ന ശ്രീ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം. സർവവിഘ്ന നിവാരണമൂർത്തിയായ ശ്രീ വിനായകനും ദ്വാപരയുഗനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനും സമപ്രാധാന്യ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രം. ആശ്രയം തേടിയെത്തുന്ന അബലരെ നിരാശയോടെ മടക്കി അയക്കുന്ന കീഴ്വഴക്കം ഈ ക്ഷേത്രത്തിനില്ല. തിരുനടയിൽ വന്ന് കരുണാമയനായ ഭഗവാനോട് ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചാൽ സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഇവിടെയുണ്ട്. ഭക്തരെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കാൻ പോന്ന പ്രതിഷ്ഠാ വൈഭവങ്ങളാണ് ശ്രീ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രത്തിൽ വിരാജിക്കുന്നത്. നിഷ്കാമ ഭക്തിയിൽ അഭിരമിച്ച ഒരു യുവാവ് സ്വവസതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീ മഹാഗണപതിയെയും കുടിയിരുത്തി ആരാധിച്ചു പോന്നു. മുരുകൻ കസ്തൂർബ എന്നായിരുന്നു യുവാവിൻ്റെ പേര്. വേദവാസ്തുശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ മുരുകൻ ആത്മീയ ചിന്താസരണിയിലൂടെ ഭഗവത് ഉപാസന നിഷ്ഠയോടെ തുടർന്നു. വേദത്തിൽ നൈപുണ്യം നേടണമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളും ഗുരുവായ ബ്രഹ്മശ്രീ മനോജ് പ്രഭുവിൽ നിന്നും സ്വായത്തമാക്കി. തന്ത്രവിദ്യയും പൂജാവിധികളും അഭ്യസിച്ച മുരുകൻ കസ്തൂർബ ഉപനയനം കഴിച്ച് വേദാധ്യായന പ്രചാരണ രംഗങ്ങളിലും സദാ വ്യാപൃതനായി. പരമഭക്തനായ ശ്രീ മുരുകന് ഒരു ദിവസം രാത്രിയുടെ നിശബ്ദതയിൽ സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ സാക്ഷാൽ ശ്രീ മഹാഗണപതിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ചൈതന്യവത്തായ സാന്നിധ്യമാണ് ദർശിക്കാനായത്. വിപിന സമാനമായ ഒരു സ്ഥലത്ത് ഗണപതി ഭഗവാൻ തൻ്റെ തുമ്പിക്കരത്താൽ ഒരു കുമ്പിൾ മണ്ണുകോരി ശ്രീ മുരുകൻ കസ്തൂർബയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. തൽസ്ഥാനത്ത് ഉചിതമായ സമയത്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും ഇരുമൂർത്തികളെയും പ്രതിഷ്ഠിക്കണമെന്നും അരുളി ചെയ്തു. സംഭവിച്ചതെന്തെന്നറിയാതെ മുരുകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ആകാംക്ഷയോടെ പരിസരമാകെ നിരീക്ഷിച്ചെങ്കിലും ഭഗവത് സ്വരൂപങ്ങളെ ദർശിക്കാനായില്ല. കണ്ടത് മായയായിരിക്കാമെന്ന് കരുതി അദ്ദേഹം നിദ്രയിലേക്ക് വഴുതി വീണു. നിമിഷങ്ങൾക്കകം സമാനമായ അവസ്ഥ വീണ്ടും സംജാതമായി. ഗണപതി ഭഗവാനും ഭഗവാൻ ശ്രീകൃഷ്ണനും തൻ്റെ മുന്നിൽ നെയ്വിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുന്നു. വിറയാർന്ന കരദ്വയം കൂപ്പി ഭഗവത് രൂപങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചു. തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും ഇരു സ്വരൂപങ്ങളുടെയും പ്രതിഷ്ഠ നടത്തി ഈ ദേശത്തിൻ്റെയും ദേശവാസികളുടെയും ഉയർച്ചയ്ക്കായി പൂജാവിധികൾ നൽകി നിർവിഘ്നം സേവിച്ചു കൊള്ളണമെന്നും അരുളി ചെയ്തു. വിസ്മയഭരിതനായി നിറകണ്ണുകളോടെ തൊഴുതു നിന്ന ശ്രീ മുരുകനെ അനുഗ്രഹിച്ച ശേഷം ആ ചൈതന്യരൂപങ്ങൾ അപ്രത്യക്ഷരായി. ഭക്തിയോടെയുള്ള ഭജനവും നിഷ്ഠയോടെയുള്ള സേവനവും കൊണ്ട് സംപ്രീതരായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീ വിഘ്നേശ്വരന്റെയും ദർശന സായുജ്യത്തിൽ മനം നിറഞ്ഞ ശ്രീ മുരുകൻ കസ്തൂർബ സൂര്യോദയത്തിന് ശേഷം ഭഗവാൻ ഉണർത്തിച്ച ആ പുണ്യഭൂമി കണ്ടെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഭൂമിയുടെ നടുവിലായി നിബിഡമായ പച്ചപ്പ് മാറി മണ്ണുകോരിയെടുത്തതായുള്ള അടയാളവും ദൃഷ്ടിയിൽപ്പെട്ടു. അതിനുശേഷം ദൈവജ്ഞരെ കൊണ്ട് ദേവപ്രശ്നം നടത്തി ദേവഹിതം മനസ്സിലാക്കി. സ്വപ്നത്തിൽ കണ്ട സംഭവങ്ങൾ നിജമാണെന്നും ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഭൂമി ഭഗവാൻ തന്നെ കാട്ടിത്തന്നതാണെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. ഉടമസ്ഥാവകാശം മറ്റൊരാളിലാണെങ്കിലും
തടസ്സങ്ങൾ നീങ്ങി ക്ഷേത്ര നിർമ്മിതിക്കായി ലഭിക്കുമെന്നും ദൈവജ്ഞർ കൽപ്പിച്ചു. ഭഗവാന്റെ അരുളപ്പാടുപോലെ നിഷ്പ്രയാസം ഭൂമി വന്നു ചേരുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പുലർച്ചെ സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുണ്ടായി. 3 തുളസീദളങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഉര ചെയ്തു: ഈ ക്ഷേത്ര സങ്കേതം അഭിവൃദ്ധിയുടെ പടവുകൾ കയറും. ദേശവാസികളുടെ ക്ഷേമം ഉറപ്പാക്കി സംരക്ഷിക്കുകയും സകല അഭീഷ്ടങ്ങൾ നൽകി പരിപാലിക്കുകയും ചെയ്യും. ഈ പുണ്യസ്ഥലം വൃന്ദാവനമായി കീർത്തി നേടുമെന്നും ഉദ്ഘോഷിച്ചു. തുടർന്ന് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇന്ന് കാണുന്ന ക്ഷേത്ര സമുച്ചയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഭഗവത് ദർശനത്തിൽ തെളിഞ്ഞു കണ്ട പുണ്യഭൂമിയിലാണ്. ഉപാസനാമൂർത്തികളിൽ നിന്നും ശ്രീ മുരുകൻ കസ്തൂർബയ്ക്ക് സിദ്ധിച്ച അനുഗ്രഹാശിസുകളിൽ ആകൃഷ്ടരായ ഭക്തരും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച് ശ്രീ SR പ്രേമചന്ദ്രൻ നായർ പ്രസിഡന്റായും ശ്രീ RM അജേഷ് സെക്രട്ടറിയുമായ ശ്രീ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മിതിയിൽ പങ്കാളികളായത്. നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ കടുത്ത പ്രതിസന്ധികളുണ്ടായെങ്കിലും ഭഗവത് കൃപയാൽ അത് തരണം ചെയ്യാൻ സാധിച്ചു. മുരുകൻ കസ്തൂർബയുടെ സകല സമ്പാദ്യങ്ങളും ക്ഷേത്ര നിർമ്മിതിക്കായി വിനിയോഗിക്കുകയായിരുന്നു. കേരളീയ വാസ്തുവിദ്യാശൈലിയിൽ ആരെയും ഭ്രമിപ്പിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2025 ജൂലൈ മാസം 2-ാം തീയതി പുലർച്ചെ 3-നും 5-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ മരങ്ങാട്ടില്ലത്ത് വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പടിഞ്ഞാറ് ദർശനമായി ഭഗവാൻ ശ്രീകൃഷ്ണനെയും കിഴക്ക് ദർശനമായി ശ്രീ ഗണപതി ഭഗവാനെയും പ്രതിഷ്ഠിച്ചു. തൻ്റെ വസതിയിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ചൈതന്യമാവാഹിച്ച പഞ്ചലോഹ വിഗ്രഹങ്ങൾ തന്നെയാണ് ക്ഷേത്ര സങ്കേതങ്ങളിൽ പുനഃപ്രതിഷ്ഠിച്ചത്. ക്ഷേത്ര മഠാധിപതി, മേൽശാന്തി എന്നീ സ്ഥാനങ്ങൾ വന്നു ഭവിച്ചതോടെ മുരുകൻ കസ്തൂർബ എന്ന നാമത്തിൽ നിന്ന് ബ്രഹ്മശ്രീ മുരുകൻ കസ്തൂർബ പ്രഭു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ സിദ്ധിച്ച പരമസാത്വികനായ ബ്രഹ്മശ്രീ മുരുകൻ കസ്തൂർബ പ്രഭുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ദിനംപ്രതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾക്കുണ്ടായ ദിവ്യാനുഭവങ്ങൾ നിരവധിയാണ്. നമസ്കാരം, എൻ്റെ പേര് ഷഹനാസ്. ഞാൻ ഏഷ്യാനെറ്റിലെ മഴത്തോരു മുൻപേ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. അതും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത് ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രമാണ്. പള്ളിച്ചൽ വെടിവച്ചാൻ കോവിലാണ് വരുന്നത്. വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഫ്രണ്ടിൻ്റെ അറിവോടെ വന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മനസ്സും നമ്മുടെ എന്ത് പറയാനാ എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലവും കൂടെയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഉറപ്പായിട്ടും വരിക. അതീവ തേജസ്സും ശക്തിയുമുള്ള ദേവസ്വരൂപങ്ങളെ അഭയം പ്രാപിച്ചാൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല. ഞാൻ വളരെ കാലമായിട്ടൊരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ എൻ്റെ നക്ഷത്രം തന്നെ രോഹിണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയുകയും ഇവിടെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായി. വളരെ കാലമായിട്ട് ഞാൻ ചിന്തിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഇതുവരെ ഒരു തടസ്സപ്പെട്ടിരുന്നതെല്ലാം ഭഗവാനിലൂടെ നേടാൻ പറ്റിയെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതായത് എപ്പോൾ എനിക്കൊരു പ്രയാസഘട്ടം വന്നാലും ഞാൻ ഭഗവാനെ ഭജിക്കുകയും അതിലൂടെ എനിക്കൊരു മുന്നോട്ടൊരു ഉയർച്ച മാത്രമേ നാളിതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഭഗവാന്റെ ഭക്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ വരണമെന്നും അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടട്ടെ എന്നും ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനുപമമായ ശക്തി വൈഭവം കൊണ്ട്
നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ച മേൽശാന്തി ബ്രഹ്മശ്രീ മുരുകൻ കസ്തൂർബ പ്രഭു നിർദ്ദേശിക്കുന്ന ലളിതമായ പരിഹാരങ്ങളിലൂടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കപ്പെടുന്നു. എനിക്ക് നീണ്ട 26 വർഷം കൊണ്ട് വാതരോഗമായിരുന്നു. വാതരോഗം അത് കുറേയൊക്കെ കുറഞ്ഞ് ഒരു പകുതിയോളമൊക്കെ കുറഞ്ഞിരുന്നു. വാതരോഗ പീഡ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തൈറോയിഡ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഈ ഭഗവാന്റെ സാന്നിധ്യത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ വേദനകളും എനിക്ക് കംപ്ലീറ്റ് വാതരോഗം ഇപ്പോഴും വാതരോഗ ശമനമാണ്. കാരണം വാതരോഗം വന്ന് കംപ്ലീറ്റ് സുഖമായിട്ടുള്ള ആരും ഇന്നോളം ഈ ഭൂമിയിലില്ല, അല്പമെങ്കിലും അവശേഷിക്കും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ഈ 26 വർഷം അനുഭവിച്ച വേദനകൾ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാം സുഖമാക്കി തന്നതും. പിന്നെ തൈറോയ്ഡ് കംപ്ലീറ്റ് പോയി. വർദ്ധിച്ചു വരുന്ന കടബാധ്യത, വിട്ടുമാറാത്ത രോഗപീഠകൾ, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം, ആഭിചാരദോഷം, വിവാഹ തടസ്സം, വിദ്യാ തടസ്സം എന്നു തുടങ്ങി മനുഷ്യജീവിതത്തിൽ വന്നു പിണയുന്ന അനിഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ പുണ്യക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കുമെന്നത് പകൽ പോലെ പരമാർത്ഥമാണ്. ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണന്റെ പാദം ആ കൂമ്പാരം പോലെ കിടക്കുന്ന മണ്ണിൽ നിന്നും ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ വളരെ ദിവ്യവും അതിശയവും അത് ഭഗവാന്റെ ചൈതന്യം തന്നെയാണെന്ന് എല്ലാവർക്കും സ്പഷ്ടമായിട്ടും ബോധ്യമായിട്ടും അനുഭവപ്പെട്ടു. അതിനുപരി ഇതിനെ കുറിച്ച് ഈ ദേശത്തെ ഉള്ള ആൾക്കാരെ എല്ലാം സഹകാരികളായിട്ട് സഹകരിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രം കൂടെ ഈ സ്ഥിതിയിൽ പണിതുകൊണ്ടിരിക്കുമ്പോഴാകുന്നു ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസത്തിന്റെ ഒരു തലേ ദിവസം ഞാൻ ഇവിടെ വന്ന് കാണുകയും അങ്ങനെ ദിവ്യമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണന്റെ തൃപ്പാദങ്ങളെ അദ്ദേഹം പല പല പാടുകൾ കാണുന്നത് പല ഇവിടെയുള്ള ദേശത്തുള്ള ദേശനിവാസികളെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും തുടർന്ന് ഇവിടെ ക്ഷേത്രം പണിയുകയും ഇന്ന് ഈ മാതിരി ആവുകയും ഇന്ന് വിശേഷമായിട്ട് ശ്രേഷ്ഠമായിട്ട് ധാരാളം ഭക്തജനങ്ങളാൽ ഇവിടെ അലങ്കൃതമായിക്കൊണ്ട് പൂജകളും ശ്രേയസ്കരമായ അതിൻ്റെ ഉയർച്ചയും വളർച്ചയും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹരിയും. ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ദോഷങ്ങൾക്ക് മഹാസുദർശന ഹോമത്തിലൂടെ ശാശ്വത പരിഹാരം കാണുന്നു. ചികിത്സയിൽ കാര്യമായ പുരോഗതിയില്ലാത്ത ഏത് മാരക രോഗങ്ങൾക്കും ശമനമുണ്ടാകാൻ ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് നടത്തുന്ന അതിവിശിഷ്ടമായ ധന്വന്തര ഹോമം ശ്രീ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രത്തിൽ കേമമാണ്. ക്ഷേത്രാരാധനയായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളോളം ഇങ്ങനെ പ്രാർത്ഥനയും ജപവുമായിട്ട് നടന്ന് അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിൽ കൂടെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞത്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാത്ത പലരുമൊക്കെയാണ് വളരെ ദൂരെ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വരുന്നവർക്കൊക്കെ നല്ല കാര്യമായിട്ട് എന്തെങ്കിലും കാര്യസാധ്യതയൊക്കെ കിട്ടിയതായിട്ടൊക്കെ വിളിച്ച് പറയുകയും അവർ വരുമ്പം തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. രോഗത്തിന് വേണ്ടി ഇവിടെ ധന്വന്തര ഹോമം നടത്തുന്നുണ്ട്. അപ്പോൾ ധന്വന്തര ഹോമവും ഈ ധന്വന്തര യന്ത്രമൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് ഇവിടെ രോഗങ്ങൾ മാറിയതായിട്ട് ഇവിടെ കിടരോഗിയായിട്ട് കിടന്ന് നട്ടല് സംബന്ധമായ രോഗം വന്ന് ബാധിച്ചിവിടെ കിടന്നവർക്കും 21 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എണീറ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്നൊക്കെ ഇവിടെ വന്നു പറയുകയുണ്ടായി. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് ഇവിടെ ഭാഗ്യസൂക്ത ഹോമം ചെയ്യുന്നുണ്ട്. അപ്പം 3 ഭാഗ്യസൂക്ത ഹോമമാണ് ചെയ്യുന്നത്. ഈ 3 ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് കഴിഞ്ഞ് 6 മാസം അതിനകം വെച്ച് വിവാഹം ഉറയ്ക്കുകയും അല്ലെങ്കിൽ വിവാഹം നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ 1-2 പേർക്ക് വിവാഹം നടക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ പലർക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് ശത്രുദോഷം, പിടിദോഷം, ബാധദോഷം, ആഭിചാരദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സുദർശന ഹോമം നടക്കുന്നുണ്ട്. സുദർശന യന്ത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഗണപതി ഹോമം ഇന്ന് വരെ ഇവിടെ മുടക്കം വന്നിട്ടില്ല. എന്നും നിത്യേന ഇവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. നിത്യേന ഇവിടെ കഞ്ഞി ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ കഞ്ഞിയിൽ 12 കൂട്ട്
ഔഷധങ്ങളിട്ട് ഒരു ഔഷധി കഞ്ഞി പോലെയാണ് ഇവിടെ ഡെയിലി കഞ്ഞി നിത്യേന കൊടുക്കുന്നത്. അത് ഇപ്പോൾ എന്തായാലും തന്നെ ആയാലും രാവിലെ കൃത്യമായിട്ട് ഇത് ഉണ്ടാവും ക്ഷേത്രത്തിൽ. അതിന് പുറമെ ചില വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പിന്നെ പ്രഭാത ഭക്ഷണവും ഉണ്ട്. കലഹ നിവാരണത്തിന് ഐക്യമത്യ സൂക്തം, വിദ്യാപുരോഗതിക്ക് വിദ്യാസൂക്തം, ഭവന നിർമ്മാണത്തിലെ വാസ്തുദോഷ പരിഹാരങ്ങൾ, ഏലസ്, തറരക്ഷ തുടങ്ങിയ എല്ലാ വഴിപാടുകളും മേൽശാന്തിയായ ബ്രഹ്മശ്രീ മുരുകൻ കസ്തൂർബ പ്രഭുവിൻ്റെ കാർമ്മികത്വത്തിൽ ചിട്ടയോടെ ഫലപ്രദമായി ചെയ്തു വരുന്നു. ചില ആൾക്കാർ ഇവിടെ പൂജ നടത്താൻ നിവൃത്തിയില്ല, എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എന്തെങ്കിലും കൊണ്ടുവന്ന് പൂജ നടത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിക്കുന്നില്ല. ശരിക്കും അവരെ നിന്ന് വാങ്ങിക്കാതെയാണ് ശരിക്കും ഞാൻ പൂജ നടത്തി കൊടുക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ ചോദിക്കുമ്പോൾ ചിലർ പറഞ്ഞു തരും. കാരണം അവർ ഇല്ലായ്മയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ വെറും കൈയോടുകൂടി അവരെ മടക്കി അയക്കുന്ന ഒരു രീതി ഇവിടെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിവിടെ ട്രസ്റ്റിൻ്റെയും അത് ഒരു പ്രത്യേക തീരുമാനമാണത്. കാരണം അവരെ ആരെയും വേദനിപ്പിച്ച് വിടരുത് എന്നുള്ളത്. പിന്നെ ദാരിദ്ര്യം അനുഭവിച്ച് വരുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഇവിടെ ഭാഗ്യസൂക്ത ഹോമം ചെയ്യുന്നുണ്ട്, ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് ഒരുപാട് പേര് ഇതിൽ വിജയം കൈവരിച്ചവർ ഒരുപാട് പേരുണ്ട്. അതായത് ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുകയും എനിക്കിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ വീട് വയ്ക്കാൻ പറ്റാതെ വർഷങ്ങളോളം അലഞ്ഞ് കഴിഞ്ഞിട്ട് അതിനുള്ള പൈസ ഉണ്ടായിട്ടില്ല, ലോണ് റെഡി ആയിട്ടില്ല, ഇങ്ങനെയൊക്കെ വന്നവർക്കൊക്കെ ഇവിടെ ഇപ്പോൾ അവരൊക്കെ വീടുകളൊക്കെ വെക്കാൻ തുടങ്ങി, വീടുകളൊക്കെ വെച്ച് പൂർത്തിയായി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്. അതെല്ലാം നമ്മുടെ ഒരു ഇതല്ല, എല്ലാം നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെയും നമ്മുടെ ഗണപതിയുടെയും ഒരു വലിയ ഒരു ഇതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് മിഥുനത്തിലെ ഉത്രത്തിനാണ് ഇവിടെ പ്രതിഷ്ഠ വാർഷികം. ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമത്തിൽ ദ്രവ്യങ്ങൾ സ്വയം സമർപ്പിക്കാവുന്നതാണ്. നിത്യേന ഗണപതി ഹോമവും ഒരു വീഴ്ചയില്ലാതെ നടന്നുവരുന്നു. വിവാഹ തടസ്സത്തിന് ഭഗവാന് നൽകാവുന്ന സവിശേഷമായ വഴിപാടാണ് സ്വയംവര ഹോമം. വിശേഷ നാളുകളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ട്. എല്ലാ ദിവസവും പുലർച്ചെ 4:55 പള്ളി ഉണർത്തി 5 നട തുറക്കുകയും 9:30 നട അടയ്ക്കുകയും ചെയ്യുന്നു. ഈ അമ്പലത്തിൻ്റെ ഉദ്ഘാടന ദിവസം ഞാൻ ഇവിടെ ഇല്ല. ഇവിടുന്ന് ഗുരുവായൂർ ഓട്ടം പോയിരുന്നു. അത് ഉദ്ഘാടനത്തിന് അന്ന് ഒന്നാം ദിവസം ഞാൻ ഓട്ടം പോയത് വേറെ വണ്ടിയിൽ, ഞാൻ വേറെ വണ്ടിയാണ് ഓടിച്ചോണ്ടിരുന്നത്, വേറെ വണ്ടിയിലാണ്. അവിടെ വെച്ച് എനിക്ക് ഒരു വണ്ടി വാങ്ങിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടായി. അത് തുടക്കം ഇതായിരുന്നു. ആ ഒരു അനുഭവം എൻ്റെ വലിയതായിട്ട് അനുഭവം. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ നമ്മളെല്ലാ ദിവസവും അമ്പലത്തിൽ വരാറുണ്ട്. നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യമുണ്ട്. ഇനിയുള്ള ആൾക്കാരും ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവും. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. സാക്ഷാൽ ഗുരുവായൂരിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ അത്ര പടിഞ്ഞാറ് ദിശയിലാണ് ഭഗവാൻ ഇരിക്കുന്നതും. അത്ര ഞാനിവിടെ ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ വായിക്കാൻ വരുമ്പോൾ ഭഗവാന്റെ രൂപം സ്വർണ്ണ രൂപമായി മാറുകയും അത്രത്തോളം ഒരു കടാക്ഷം ഈ പ്രദേശത്തിനാകെ ഒരു കടാക്ഷം കൊടുക്കുന്ന ഒരു ഭഗവാനായി മാറുന്നു. ആദ്യമൊക്കെ പരീക്ഷണം ഉണ്ടാവുമെങ്കിലും അതുപോലെ അതിനേക്കാളും 10 മടങ്ങ് നമുക്ക് തിരിച്ചു തരുന്ന ഒരു പറയാൻ വാക്കുകളില്ല. സൂര്യ തേജസ്സുകളാൽ തിളങ്ങുന്ന ഒരു ഭഗവാനെയാണ് നമ്മുടെ ഈ തോപ്പുള വെമ്പന്നൂർ ദേശത്ത് കിട്ടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ക്ഷേത്രത്തിൽ പ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകി വരുന്ന ഔഷധക്കഞ്ഞി ഏറെ ശ്രേഷ്ഠവുമാണ്. 12 കൂട്ടുകൾ ചേർത്താണ് ഈ കഞ്ഞി പാകം ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പടികൾ 95% നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു 5% പണി ബാക്കി നിൽക്കുകയാണ്. അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്കിനി ഉള്ളത് ഈ അകത്തുള്ള ഭാഗം ഒന്ന് കരിങ്കല്ല് പാകണമെന്നുള്ള ഒരു തീരുമാനമാണ് ട്രസ്റ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിന് സഹായിക്കാൻ കഴിയുന്ന ഭക്തജനങ്ങൾക്കും അഭ്യുതകാംക്ഷികൾക്കും അതിൽ പങ്കുചേരാം. ട്രസ്റ്റുമായിട്ടോ നമ്മുടെ
ക്ഷേത്ര തന്ത്രിയുമായോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ചെറിയ വിവാഹങ്ങൾ മറ്റു കുടുംബത്തിൽ നടക്കുന്ന ചില പുറത്തു വച്ച് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഓഡിറ്റോറിയത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് റേറ്റ് വളരെ കുറച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. ദേവഭൂമിയിലാണ് ഇന്ന് ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് വെളിച്ചമേകുവാൻ വേണ്ടി ഈ പ്രദേശത്ത് ഒരു പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പ്രതിഷ്ഠാവാർഷികമായാണ് ഉത്സവം കൊണ്ടാടുന്നത്.